പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് എനിക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നിരന്തരമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്. എന്നാൽ ഒരേ സ്ഥിതിയിൽ തന്നെ തുടരുകയും ഒരേ അവസ്ഥയിൽ തന്നെ മുൻപോട്ട് പോകുകയും അവസ്ഥയ്ക്കൊട്ടും ഭേദം വരാതെ വല്ലാതെ ചിന്താകുലരായി മാറുന്ന സാഹചര്യങ്ങളിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും ദൈവം എന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരാത്തത് എന്നൊക്കെ ഒരു ചോദ്യം, ഒരു ചിന്ത നമ്മെ എല്ലാവരെയും ഭരിക്കാറുള്ളതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 24-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്? ദൈവത്തിന് സ്തോത്രം. കോരഹ് പുത്രന്മാരുടെ ഒരു പ്രാർത്ഥന, ഒരു ധ്യാനം. മുൻവിടുതലുകളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ അവർ ഒരു ചോദ്യമായി ചോദിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ വേദഭാഗത്തിൽ 44-ാം സങ്കീർത്തനം 1-ാം വേദഭാഗത്തിൽ കാണുന്നത്: ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുവരിക്കുന്നു. അപ്പോൾ പിതാക്കന്മാരുടെ സമയത്ത് ദൈവം ചെയ്ത വിടുതലിനെ കുറിച്ച് പിതാക്കന്മാർ വിവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ചെവി കൊണ്ടത് കേട്ടിട്ടുമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ മുൻപിൽ നീ നിന്റെ മുഖം മറച്ചു പിടിച്ചിരിക്കുന്നു. ഞങ്ങളെ മറന്നതുപോലെ, ഞങ്ങൾക്ക് ആരുമില്ലാത്തതുപോലെ, ഞങ്ങൾക്ക് സഹായത്തിനായി ഒരു ദൈവമുണ്ടെന്ന് പേര് പറയുന്നതേ ഉള്ളൂ, ഞങ്ങൾക്കൊരു സഹായവും അല്ലെങ്കിൽ ഒരു വിടുതലും കാണാൻ കഴിയാത്തതുപോലെ വല്ലാതെ സ്ട്രഗിൾ അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് കാലത്തും ഏത് മനുഷ്യനോട് ചോദിച്ചാലും ഇങ്ങനെയുള്ള ചില വ്യാകുലതകളും ചിന്തകളും ചോദ്യങ്ങളും ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മറക്കുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല? ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും, ഒരേ പ്രാർത്ഥനാ വിഷയം തന്നെ നിരന്തരം ദൈവസന്നിധിയിൽ വെക്കുകയാണ്. ഒരേ പ്രാർത്ഥനാ വിഷയം എന്നും 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 പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാറ്റത്തിനു വേണ്ടി, ഒരു വിടുതലിനു വേണ്ടി, ഒരു ദൈവശബ്ദത്തിനു വേണ്ടി ആവലോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു കാലഘട്ടമായി, കുറെ വർഷങ്ങളായി, കുറെ മാസങ്ങളായി ഒരേ പ്രാർത്ഥനാ വിഷയം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? ഒരു ദൈവശബ്ദം ആ വിഷയത്തിന്റെ മേൽ കേൾക്കണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുന്നില്ലേ? സ്തോത്രം. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, ദൈവസന്നിധിയിൽ വെച്ച ചില ചോദ്യങ്ങൾ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയ ചില രാത്രികളെ, മറ്റാരും താങ്കളെ കണ്ടില്ലെങ്കിലും, മറ്റാരും താങ്കളെ അറിഞ്ഞില്ലെങ്കിലും, താങ്കളെ ഉള്ളതുപോലെ ഉള്ള അവസ്ഥയെ അറിയുന്നൊരു ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സ്നേഹം താങ്കളെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ സ്തോത്രം. പിന്മാറിപ്പോകരുതേ.
പുറകോട്ട് നോക്കരുതേ. ഇത്രയും വലിയ പ്രശ്നം എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു? ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം വലിയ ഭാവിയായിരിക്കും, ഞാൻ വെറും കൊടും ഭാവിയായതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ. നോ, അല്ല. അത് നമ്മുടെ ചിന്തകളിൽ നാം ചിന്തിച്ചുയർത്തുന്ന ചില വിഷയങ്ങൾ മാത്രമാണ്. നാം ആഗ്രഹിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അടിക്കടി ഉയരുന്നുണ്ടോ? ഓർത്തോ, താങ്കളിലൂടെ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ, ദൈവ കൃപകൾ ചലിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റാരും അനുഭവിക്കാത്ത ചില പ്രശ്നങ്ങളിലൂടെയാണോ താങ്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റ് ചുറ്റുപാടിൽ ആർക്കുമില്ലാത്തതുപോലെയുള്ള സ്ട്രഗിളും അവരൊന്നും ഫേസ് ചെയ്യാത്തതുപോലെയുള്ള വേദനയുമാണോ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അധികം മഹത്വത്തോടെ അതിശക്തമായി താങ്കൾ തിരിച്ചു വരും. അതിശക്തമായി താങ്കളെ പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുവരും. എത്ര പേർ വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകും? ആമേൻ, സ്തോത്രം. നമ്മുടെ വീഴ്ച കാണാൻ, തളർച്ച കാണാൻ, തകർച്ച കാണാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ അതിമഹത്വത്തോടെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇവിടെ കോരകപുത്രം മാറ്റി വിളിക്കുക. പിതാക്കന്മാരുടെ നാളുകളിൽ ദൈവമേ, നീ ചെയ്ത പ്രവർത്തികളെ അവർ ഞങ്ങളോട് വിവരിച്ചു, ഞങ്ങളുടെ ചെവി കൊണ്ടത് കേട്ടു. പക്ഷെങ്കിൽ ഇപ്പോൾ നീ ഞങ്ങൾക്ക് മുൻപിൽ മുഖം മറച്ചു പിടിച്ചിരിക്കുന്നു. അതാണ് വാക്യം. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്തേ? യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോബിന്റെ പുസ്തകം 13:24 തിരുമുഖം മറച്ചു കളയുന്നതും കൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന്? ഹല്ലേലൂയ. യോബ് ചോദിക്കുക, തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്താ ദൈവമേ? ഞാൻ ഭയങ്കര കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത്രയേറെ വേദനയ്ക്കകത്തൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നെ ശത്രുവായി ചിത്രീകരിക്കാൻ ഞാൻ എന്തുമാത്രം പാപം ചെയ്തു, എന്തുമാത്രം കൊള്ളരുതാത്ത എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. എന്നാൽ യോബിനോടുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. 42-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിലാണ് ഇങ്ങനെ: യഹോവ യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 പേർ കാളയും പെൺകഴുതയും ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. യോബേ, മുഖം മറച്ച് കളഞ്ഞത്, അല്പനേരം മൗനമായിരുന്നത്, സങ്കടവും കഷ്ടതയും കാണാഞ്ഞിട്ടല്ല, കണ്ടിട്ടും അവനൊരു ചെറു പുഞ്ചിരിയോടെ ദൈവം മിണ്ടാതെ ഇരിക്കും. എന്തിനാ? പിൻകാലത്തേക്കാൾ മുൻകാലത്തേക്കാൾ അധികം മാന്യതയോടെ മഹത്വത്തോടെ അനുഗ്രഹിക്കാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ ഞാൻ നോക്കി പ്രവചന ശബ്ദമായി കൈമാറുന്നു. അതെ, ദൈവം മറന്നു കളഞ്ഞ് നോർക്കുന്നുണ്ടോ? ദൈവം എന്തേ മിണ്ടാത്തെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവം എന്തേ എന്റെ വിഷയത്തിൽ ഇടപെടാത്തതെന്ന് ചിന്തിക്കുന്നുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കാണുന്നില്ലെന്ന് വിശ്വസിക്കുകയാണോ? ചിന്തിച്ചിരിക്കുകയാണോ? ആമേൻ. മുൻകാലത്തേക്കാൾ അനുഗ്രഹിക്കുവാൻ, അസാധാരണമായ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയും വളരെ ദൈവാശ്രയം ബോധ്യത്തോടും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അധികം മഹത്വത്തോടെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതികളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചില മൗനതകൾ നാം ഫേസ് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.